ഓം ശാന്തി. 27/2/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ ശ്മശാനം സ്വർഗമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പഴയ ലോകമാകുന്ന ശ്മശാനത്തിനോട് പൂർണ്ണമായും വൈരാഗ്യം ഉണ്ടായിരിക്കണം. ചോദ്യം: പരിധിയില്ലാത്ത അച്ഛൻ തന്റെ ആത്മീയ കുട്ടികളുടെ അത്ഭുതകരമായ സേവകനാണ്. എങ്ങനെ? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങളുടെ അലക്കുകാരനാണ്. നിങ്ങൾ കുട്ടികളുടെ മാത്രമല്ല, മുഴുവൻ ലോകത്തിന്റെയും മോശമായ അഴുക്ക് നിറഞ്ഞ വസ്ത്രം സെക്കൻഡിൽ അലക്കുന്നു. ബാക്കി ആത്മാവാകുന്ന വസ്ത്രം ശുദ്ധമാകുന്നതിലൂടെ ശരീരവും ശുദ്ധമായത് ലഭിക്കുന്നു. മന്മനാഭവയുടെ മായാജാല മന്ത്രത്തിലൂടെ എല്ലാവരെയും സെക്കൻഡിൽ വൃത്തിയാക്കുന്ന അത്ഭുതകരമായ സേവകനാണ്. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാവായ എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ശാന്തിധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പ്രയത്നവും ചെയ്യേണ്ടതായിട്ടില്ല. ആത്മാവ് സ്വയം ശാന്തസ്വരൂപവും ശാന്തിധാമത്തിൽ വസിക്കുന്നതുമാണ്. ശരിയാണ്, കുറച്ചു സമയം വേണമെങ്കിൽ ശാന്തമായിരിക്കാൻ സാധിക്കുമായിരിക്കും. ആത്മാവാണ് പറയുന്നത്, ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ ഭാരത്താൽ ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ട് എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. പക്ഷെ കർമ്മം ചെയ്യുക തന്നെ വേണം. എത്ര സമയം ശാന്തിയിലിരിക്കാൻ സാധിക്കും? ഞാൻ ശാന്തിയുടെ ദേശവാസിയാണെന്ന് ആത്മാവാണ് പറയുന്നത്. കേവലം ഈ ശരീരത്തിലേക്ക് വരുന്നതിലൂടെയാണ് ഞാൻ ടോക്കി ആകുന്നത്, അതായത് ശബ്ദത്തിൽ വരുന്നത്. ഞാൻ ആത്മാവ് അവിനാശിയും എൻ്റെ ശരീരം വിനാശിയുമാണ്. ആത്മാവാണ് പാവനവും പതീതവുമായി മാറുന്നത്. സത്യുഗത്തിൽ 5 തത്വങ്ങൾ പോലും സത്തോ പ്രധാനമായിരിക്കും. ഇവിടെ 5 തത്വവും തമോ പ്രധാനമാണ്. സ്വർണത്തിൽ കലർപ്പുണ്ടാകുന്നതിലൂടെ സ്വർണം പതീതമായി മാറുന്നു. പിന്നീടതിനെ ശുദ്ധമാക്കുന്നതിനായി അഗ്നിയിൽ ഇടാറുണ്ട്. ഇതിന്റെ പേര് തന്നെ യോഗ അഗ്നി എന്നാണ്. ലോകത്തിൽ അനേക പ്രകാരത്തിലുള്ള ഹഠയോഗങ്ങൾ പഠിപ്പിക്കുന്നു. അതിനെയൊന്നും യോഗ അഗ്നി എന്ന് പറയാൻ സാധിക്കില്ല. പാപങ്ങൾ ഭസ്മമാകുന്നത് യോഗ അഗ്നിയിലാണ്. ആത്മാവിനെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നത് പരമാത്മാവാണ്. അല്ലയോ പതീത പാവന, വരൂ എന്ന് വിളിക്കുന്നുണ്ട്. ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് എല്ലാവർക്കും തമോ പ്രധാനമായി മാറുക തന്നെ വേണം. ഈ വൃക്ഷത്തിന്റെ വിത്ത് മുകളിലാണ്. ബാബയെ വിളിക്കുമ്പോൾ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. നിങ്ങൾ ആരിൽ നിന്നാണോ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ബാബ ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. പറയുന്നു, എനിക്ക് വരേണ്ടി വരുന്നു. അനേകം വൈവിധ്യ ധർമ്മങ്ങളുള്ള ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷം ഇപ്പോൾ തമോ പ്രധാനവും പതീതവുമാണ്. ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുകയാണ്. ബാബയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. സത്യുഗത്തിൽ ദേവതകളും കലിയുഗത്തിൽ അസുരന്മാരുമാണ്. ബാക്കി അസുരന്മാരുടെയോ ദേവതകളുടെയോ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ആസുരീയ പഞ്ചവികാരങ്ങളുടെ മേൽ യോഗബലത്തിലൂടെയാണ് വിജയം പ്രാപ്തമാക്കുന്നത്. ബാക്കി ഹിംസകമായ ഒരു യുദ്ധത്തിന്റെയും കാര്യമില്ല. നിങ്ങൾ ഒരു പ്രകാരത്തിലുള്ള ഹിംസയും ചെയ്യുന്നില്ല. ഒരിക്കലും ആരെയും കൈകൊണ്ട് സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. കാമവികാരത്തിലേക്ക് പോവുക എന്നത് ഏറ്റവും വലിയ പാപമാണ്. ബാബ പറയുന്നു, ഈ കാമവികാരം ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. വികാരത്തിലേക്ക് പോകരുത്. ദേവതകളുടെ മുന്നിൽ ചെന്ന് മഹിമ പാടാറുണ്ടല്ലോ. അങ്ങ് സർവഗുണ സമ്പന്നനാണ്, ഞങ്ങൾ പതീതമായിട്ടിരിക്കുകയാണെന്ന് ആത്മാവാണ് പറയുന്നത്.
അതുകൊണ്ടല്ലേ വിളിക്കുന്നത്, അല്ലയോ പതിത പാവന, വരൂ എന്ന്. പാവനമായിരിക്കുമ്പോൾ ആരെയും വിളിക്കുന്നില്ല. സത്യുഗത്തിനെ സ്വർഗമെന്ന് പറയുന്നു. ഇവിടെ സന്യാസിമാരെല്ലാം ഇതുതന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലയോ പതിത പാവന സീതാറാം. ബാബ പറയുന്നു, ഈ സമയം മുഴുവൻ ലോകവും പതീതമാണ്. ഇതാരുടെയും ദോഷമല്ല. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും ആണ്. ബാബ വരുന്നത് വരെയും സന്യാസിമാർക്കും അവരുടെ പാർട്ട് അഭിനയിക്കണം. ജ്ഞാനം, ഭക്തി, പിന്നീടാണ് വൈരാഗ്യം. പഴയ ലോകത്തോട് വൈരാഗ്യം. ഇതിനെയാണ് പരിധിയില്ലാത്ത വൈരാഗ്യമെന്ന് പറയുന്നത്. സന്യാസിമാരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകണം. പുതിയ വീടുണ്ടാക്കുമ്പോൾ പഴയ വീടിനോട് വൈരാഗ്യമുണ്ടാകാറില്ലേ? പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്വർഗമാകുന്ന വീടുണ്ടാക്കി തരികയാണ്. ഇപ്പോൾ നരകമാണ്. സ്വർഗമാണ് പുതിയ ലോകം. നരകം പഴയ ലോകമാണ്. ഇപ്പോൾ പഴയ ലോകത്തിലിരുന്നു കൊണ്ട് നമ്മൾ പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ ശ്മശാനത്തെ നമ്മൾ പരിസ്ഥാനമാക്കി മാറ്റുന്നു, അതായത് സ്വർഗമാക്കി മാറ്റുന്നു. ഈ യമുന നദിയുടെ തീരം തന്നെ ആയിരിക്കും. ഇവിടെയാണ് കൊട്ടാരങ്ങൾ ഉണ്ടാകുക. ഈ ഡൽഹിയും യമുന നദിയും എല്ലാം ഉണ്ടായിരിക്കും. ബാക്കി പാണ്ഡവരുടെ കോട്ടയുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് കഥകളാണ്. ഇത് വീണ്ടും ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് ഉണ്ടാക്കപ്പെടും. നിങ്ങൾ യജ്ഞം, തപം, ദാനപുണ്യം എല്ലാം ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങൾ ശിവന്റെ ഭക്തിയാണ് ചെയ്തത്. ഒന്നാന്തരം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനെ അനേകരെ പൂജിക്കുന്ന ഭക്തിയെന്നാണ് പറയുക. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനമാർഗത്തിലാണ്. ഇതാണ് അവ്യഭിചാരി ജ്ഞാനം. നിങ്ങൾ ഒരു ശിവബാബയിൽ നിന്ന് മാത്രമാണ് കേൾക്കുന്നത്. ആദ്യം ആരുടെ ഭക്തിയാണോ നിങ്ങൾ തുടങ്ങിയത്, ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വളരെ സുഖികളായിരുന്നു. ദേവതാധർമ്മം വളരെ സുഖം നൽകുന്നതാണ്. പേരെടുത്ത് പറയുന്നതിലൂടെ തന്നെ നാവ് മധുരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഒരു ബാബയിൽ നിന്ന് മാത്രമാണ് കേൾക്കുന്നത്. ബാബ പറയുന്നു, മറ്റാരിൽ നിന്നും കേൾക്കരുത്. ഇതാണ് നിങ്ങളുടെ അവ്യഭിചാരിയായ ജ്ഞാനം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായി മാറിയിരിക്കുകയാണ്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നത്. ബാബയും കുറച്ചു സമയത്തേക്ക് വേണ്ടിയാണ് സാകാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത്. എനിക്ക് സ്ഥിരമായ ശരീരമില്ല. ഞാൻ ഈ ബ്രഹ്മാവിലാണ് പ്രവേശിക്കുന്നത്. ശിവജയന്തിയിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് തന്നെ ഗീതാ ജയന്തി ഉണ്ടാകുന്നു. ബ്രഹ്മബാബയിലൂടെ തന്നെയാണ് ജ്ഞാനം ആരംഭിക്കുന്നത്. ഈ ആത്മീയ വിദ്യ നിങ്ങൾക്ക് പരമാത്മാവ് തന്നെയാണ് നൽകുന്നത്. ജ്ഞാനമാകുന്ന ജലത്തിന്റെ കാര്യമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനെ ജ്ഞാനമെന്ന് ഒരിക്കലും പറയില്ലല്ലോ. ജ്ഞാനത്തിലൂടെയാണ് പതിതത്തിൽ നിന്നും പാവനമായി മാറുന്നത്. വെള്ളത്തിലൂടെ പാവനമായി മാറില്ലല്ലോ. ലോകത്തിൽ നദികളെല്ലാം ഉണ്ട്. ജ്ഞാനസാഗരനായ ബാബയാണ് ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ച് ജ്ഞാനം നൽകുന്നത്. ഇവിടെ ആരെങ്കിലും മരിക്കുമ്പോൾ വായിൽ ഗംഗാജലം ഒഴിക്കുന്നു. ഈ ജലം പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്നതാണ്. ഇതിലൂടെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്നു. ഭക്തിയിൽ ഗോമുഖത്തേക്ക് പോകാറുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ചൈതന്യത്തിലുള്ള ഗോമുഖമാണ്. നിങ്ങളുടെ വായിൽ നിന്നാണ് ജ്ഞാനമാകുന്ന അമൃത് വരുന്നത്. പശുവിൽ നിന്ന് പാലാണ് ലഭിക്കുന്നത്, വെള്ളമല്ല. ഗോമുഖത്തെക്കുറിച്ച് ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾക്കറിയാം,
ഡ്രാമയിൽ എന്താണോ ഒരു തവണ സംഭവിച്ചത് അത് തന്നെ വീണ്ടും 5000 വർഷത്തിന് ശേഷം സംഭവിക്കും. വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവരുടെയും സദ്ഗതി ദാതാവാകുന്ന അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ എല്ലാവരും ദുർഗതിയിലാണ്. രാവണനെ എന്തുകൊണ്ടാണ് കത്തിക്കുന്നതെന്ന് മുൻപ് നിങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത ദസറ ഉണ്ടാകണം. മുഴുവൻ സൃഷ്ടിയിലും രാവണ രാജ്യമാണല്ലോ. ഈ മുഴുവൻ സൃഷ്ടിയും ലങ്കയാണ്. രാവണൻ എന്നത് പരിധിയുള്ളതല്ല. മുഴുവൻ സൃഷ്ടിയിലും രാവണന്റെ രാജ്യമാണ്. ഭക്തിയും പകുതി കൽപ്പമാണ് നടക്കുന്നത്. ആദ്യം അവ്യഭിചാരിയായ ഭക്തിയാണ്, പിന്നീട് വ്യഭിചാരി ഭക്തി ആരംഭിക്കുന്നു. ദസറ, രക്ഷാബന്ധൻ എല്ലാം ഇപ്പോഴത്തെ ആഘോഷങ്ങളാണ്. ശിവജയന്തിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ കൃഷ്ണപുരിയുടെ സ്ഥാപനയാണ് ഉണ്ടാകുന്നത്. ഇന്ന് കംസപുരിയിലാണ്, നാളെ കൃഷ്ണപുരിയിലേക്ക് പോകും. കൃഷ്ണൻ ഒരിക്കലും ഇവിടെ ഉണ്ടാകുകയില്ലല്ലോ. കൃഷ്ണൻ സത്യയുഗത്തിലാണ് ജന്മമെടുക്കുന്നത്. കൃഷ്ണനാണ് ആദ്യത്തെ രാജകുമാരൻ. സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. വലുതാകുമ്പോൾ സിംഹാസനത്തിന്റെ അധികാരിയായി മാറുന്നു. പിന്നീട് ഈ രാസലീലയെല്ലാം അവർ പരസ്പരം സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. മഹിമ മുഴുവനും പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്ന ശിവബാബയുടേതാണ്. ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണെന്ന് അവർ പറയും. എന്നാൽ അവർക്ക് ഈ ജ്ഞാനത്തെ മറ്റാർക്കും തന്നെ കേൾപ്പിക്കാൻ സാധിക്കില്ല. അവർ പറയുന്നത് മറ്റാരും കേൾക്കുകയുമില്ല. BK ആയി മാറിയാൽ ഇവർക്ക് മായാജാലം സംഭവിച്ചിരിക്കുകയാണെന്ന് പറയും. BKയുടെ പേര് കേട്ടാൽ മതി, ഇവർ മായാജാലം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അല്പജ്ഞാനം ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ പറയും BK സഹോദരങ്ങൾ മായാജാലം കാണിക്കുന്നു എന്ന്. ഇവർ ദാദ പറയുന്നതല്ലാതെ മറ്റാരും പറയുന്നത് കേൾക്കുന്നതേയില്ല. ഭക്തിയൊന്നും ചെയ്യുന്നില്ല. ബാബ പറയുന്നു, ആരെയും ഭക്തി ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. നിങ്ങൾ വികാരങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇതിൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, ഞാൻ രുദ്രജ്ഞാന യജ്ഞം രചിക്കുന്നു. ഈ യജ്ഞത്തിൽ ആസുരീയ സമ്പ്രദായത്തിലുള്ളവരുടെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ശിവബാബയുടെ പരിധിയില്ലാത്ത യജ്ഞം. ഇതിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ജ്ഞാനയജ്ഞത്തിലൂടെയാണ് വിനാശജ്വാല പ്രജ്വലിതമായത് എന്ന് മഹിമയുണ്ട്. പഴയ ലോകം വിനാശമാകുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കാൻ സാധിക്കുന്നത്. മനുഷ്യർ ആഗ്രഹിക്കുന്നത് ശാന്തി ഉണ്ടാകണം എന്നാണ്. എന്നാൽ BK സഹോദരങ്ങൾ വിനാശമുണ്ടാകണമെന്നാണ് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ മുഴുവൻ പഴയ ലോകവും ഈ ജ്ഞാനയജ്ഞത്തിൽ സ്വാഹ ആകണം. ഈ പഴയ ലോകം അഗ്നിക്കിരയാകണം. പ്രകൃതിക്ഷോഭങ്ങളും വരും. വിനാശമുണ്ടാകുക തന്നെ വേണം. കടുകുമണി പോലെ എല്ലാ മനുഷ്യരും മരിക്കും. ബാക്കി സർവ്വ ആത്മാക്കളും രക്ഷപ്പെടും. ആത്മാവ് അവിനാശിയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത ഹോളിക, അതായത് അഗ്നിസമർപ്പണം ഉണ്ടാകണം. അതിൽ ശരീരസഹിതം സർവ്വതും നശിക്കണം. ബാക്കി എല്ലാ ആത്മാക്കളും പവിത്രമായി മാറി തിരിച്ചു പോകും. അഗ്നിയിൽ എല്ലാ വസ്തുക്കളും ശുദ്ധമാകുമല്ലോ. അതേപോലെ ഹവിസ് അർപ്പിക്കുന്നതും ശുദ്ധിക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ഭൗതിക കാര്യമാണ്. ഇപ്പോൾ ഈ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകണം. വിനാശത്തിന് മുൻപ് തന്നെ സ്ഥാപന ഉണ്ടാകണം. ആർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിലും പറയൂ, ആദ്യം സ്ഥാപന, പിന്നീടാണ് വിനാശം. ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപനയുണ്ടാകുന്നത്. പ്രജാപിതാവ് പ്രസിദ്ധമാണല്ലോ. ആദി ദേവനെന്നും ആദി ദേവിയെന്നും. ജഗദംബയുടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. എത്ര മേളകളാണ് അവിടെ ഉണ്ടാകുന്നത്.
നിങ്ങൾ ജ്ഞാന ജ്ഞാനേശ്വരികൾ ജഗദംബയുടെ കുട്ടികളാണ്. പിന്നീട് രാജരാജേശ്വരിയായി മാറും. നിങ്ങൾ ഒരുപാട് ധനവാനാകുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ ദീപാവലിക്ക് ലക്ഷ്മിയോട് വിനാശി ധനമാണ് യാചിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം ലഭിക്കുന്നു. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ. നിങ്ങൾക്കറിയാം, നമ്മുടെ ആയുസ് 150 വയസ്സുവരെ ഉണ്ടാകും. ബാബ പറയുന്നു, നിങ്ങൾ എത്രത്തോളം യോഗം ചെയ്യുന്നുവോ അത്രത്തോളം ആയുസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈശ്വരനുമായി യോഗം ചെയ്ത് യോഗേശ്വരനായി മാറുന്നു. മനുഷ്യർ ഭോഗേശ്വരന്മാരാണ്. ഇങ്ങനെ പറയാറുമുണ്ട്, വികാരിയും അഴുക്ക് നിറഞ്ഞ വസ്ത്രവും അലക്കുന്നവനെ. ബാബ പറയുന്നു, എന്നെ അലക്കുകാരനെന്നും പറയാറുണ്ട്. ഞാൻ വന്ന് എല്ലാ ആത്മാക്കളെയും ശുദ്ധമാക്കുന്നു. പിന്നീട് ശരീരം പുതിയതും ശുദ്ധമായതും ലഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ സെക്കൻഡിൽ മുഴുവൻ ലോകത്തെ വസ്ത്രങ്ങളെയും അലക്കി വൃത്തിയാക്കുന്നു. മന്മനാഭവയിലിരിക്കുന്നതിലൂടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായി മാറും. മായാജാല മന്ത്രമല്ലേ? സെക്കൻഡിലാണ് ജീവൻ മുക്തി. എത്ര സഹജമായ വഴിയാണ്. ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ പാവനമാകും. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ മാത്രം ഓർമ്മിക്കൂ. മറ്റൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നൽകുന്നില്ല. ഓർമ്മിക്കണം, ഇപ്പോൾ നിങ്ങളുടെ ഓരോ സെക്കൻഡും കയറുന്ന കലയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ സേവകനായിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് എന്നെ വിളിച്ചത്. അല്ലയോ പതിത പാവന, വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന്. ശരി കുട്ടികളെ, ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും സേവകനല്ലേ? നിങ്ങൾ ഒരുപാട് പതീതമായി തീരുമ്പോഴാണ് ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ കൽപ്പകൽപ്പം വന്നാണ് നിങ്ങൾ കുട്ടികൾക്ക് ഈ മന്ത്രം നൽകുന്നത്. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പാവനമായി മാറും. മന്മനാഭവയുടെ അർത്ഥവുമുണ്ട്. മന്മനാഭവ മധ്യാജി ഭവ. അർത്ഥം, ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ വിഷ്ണുപുരിയുടെ അധികാരിയാക്കി മാറ്റും. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ വിഷ്ണുപുരിയുടെ രാജ്യം നേടുന്നതിനായിയാണ്. രാവണപുരിക്ക് ശേഷമാണ് വിഷ്ണുപുരി. കംസപുരിക്ക് ശേഷമാണ് വിഷ്ണുപുരി. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിൽ നിന്ന് മമത്വം ഇല്ലാതാക്കൂ. ഇപ്പോൾ നമ്മൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നത്. ഇത്രയും ധൈര്യം വേണം. സന്യാസിമാർ ബ്രഹ്മത്തെയാണ് ഓർമ്മിക്കുന്നത്. ബ്രഹ്മത്തിൽ ലയിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ബ്രഹ്മതത്വം വസിക്കാനുള്ള സ്ഥാനമാണ്. അവർ അതിനായി തപസ്സിരിക്കുന്നു. നമുക്ക് ബ്രഹ്മത്തിൽ പോയി ലയിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമാണ് ഉള്ളത്. എന്നാൽ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. ബ്രഹ്മത്തോട് യോഗം വയ്ക്കുന്നവർ പാവനമാകുന്നില്ല. ഒരാൾക്ക് പോലും പോകാനും സാധിക്കില്ല. പുനർജന്മം എടുക്കുക തന്നെ വേണം. ബാബ വന്ന് സത്യം പറയുന്നു. സത്യമായ ബാബയാണ് സത്യമായ രാജ്യം സ്ഥാപിക്കുന്നത്. രാവണൻ വന്ന് അസത്യമായ ഖണ്ഡമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഈ യുഗത്തിൽ നിങ്ങൾ ഉത്തമനിലും ഉത്തമരായി മാറുകയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണനെ പുരുഷോത്തമരെന്ന് പറയുന്നത്. ഈ സമയം നിങ്ങൾ കക്കയിൽ നിന്ന് വജ്രത്തിന് സമാനമായി മാറുകയാണ്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ദേവതകളാണ് ഉത്തമരിലും ഉത്തമരായ മനുഷ്യർ. അതിനാൽ ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ്. നിങ്ങളെ പുരുഷോത്തമരാക്കി മാറ്റുന്നത് ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ഉയർന്നതിലും ഉയർന്ന സ്വർഗത്തിലെ സമ്പത്താണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് മറക്കുന്നത്? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ.
കുട്ടികൾ പറയുന്നു, ബാബ കൃപ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ മറക്കില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? ബാബയുടെ നിർദ്ദേശമനുസരിച്ച് വേണമല്ലോ നടക്കാൻ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ പതീതത്തിൽ നിന്ന് പാവനമായി മാറും. നിർദ്ദേശമനുസരിച്ച് നടക്കൂ. ബാക്കി ഞാൻ എന്ത് ആശീർവാദമാണ് നൽകുക? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ഓരോ നിർദ്ദേശവും അനുസരിച്ച് നടന്ന് സ്വയത്തെ കക്കയിൽ നിന്ന് വജ്രത്തിന് സമാനമാക്കി മാറ്റണം. ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് അവനവന്റെ വസ്ത്രം ശുദ്ധമാക്കി മാറ്റണം. 2. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഈ പഴയ വീടിനോട്, അതായത് കലിയുഗത്തിനോട് പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകണം. നമ്മൾ ഈ പഴയ ശ്മശാനം പരിസ്ഥാനമാക്കി മാറ്റുമെന്ന, അതായത് സ്വർഗമാക്കി മാറ്റുമെന്ന ലഹരി ഉണ്ടായിരിക്കണം. വരദാനം: കരുണയുടെ ദൃഷ്ടിയിലൂടെ വെറുപ്പിന്റെ ദൃഷ്ടി സമാപ്തമാക്കുന്ന നോളജ്ഫുള്ളായി ഭവിക്കട്ടെ. പരസ്പരം സംസ്കാരങ്ങൾ മനസ്സിലാക്കി സംസ്കാര പരിവർത്തനത്തിൽ മുഴുകിയിരിക്കുകയും ഇവരിങ്ങനെയാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെയും ഇരിക്കുന്ന കുട്ടികളെയാണ് നോളജ്ഫുൾ എന്ന് പറയുന്നത്. അവർ സ്വയം നോക്കുകയും നിർവിഘ്നരായിരിക്കുകയും ചെയ്യുന്നു. അവരുടെ സംസ്കാരം ബാബയ്ക്ക് സമാനം കരുണാഹൃദയമുള്ളത് ആയിരിക്കും. കരുണയുടെ ദൃഷ്ടി വെറുപ്പിന്റെ ദൃഷ്ടിയെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ദയാഹൃദയരായ കുട്ടികൾ ഒരിക്കലും പരസ്പരം കലഹിക്കില്ല. അവർ സൽപുത്രരായി തെളിയിക്കുന്നു. സ്ലോഗൻ: സദാ പരമാത്മ ചിന്തനം ചെയ്യുന്നവർ നിശ്ചിന്തരായ ചക്രവർത്തിമാരാണ്. അവർക്ക് ഒരു തരത്തിലുമുള്ള ചിന്ത ഉണ്ടാകില്ല. അവ്യക്ത സൂചന: ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സ്വ ഉന്നതിയിലും സേവനത്തിന്റെ ഉന്നതിയിലും ഒരാൾ പറഞ്ഞു, മറ്റേയാൾ അത് അംഗീകരിച്ചു. ഇതുപോലെ ഐക്യത്തോടെയും ദൃഢനിശ്ചയത്തോടും കൂടി മുന്നോട്ടു പോകണം. ദാദിമാരുടെ ഐക്യത്തിന്റെയും ദൃഢതയുടെയും സംഘടന ശക്തമായിരുന്നതുപോലെ നിങ്ങൾ രത്നങ്ങളുടെ സംഘടനയും ദൃഢമായിരിക്കണം. അപ്പോൾ സംഘടനയുടെ ശക്തിക്ക് ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ സാധിക്കും. 5 പാണ്ഡവർ സംഘടനയുടെ ശക്തിയുടെ ഓർമ്മചിഹ്നമാണ്.